തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കക്ഷിരാഷ്ട്രീയ വേർതിരിവോ വിവേചനമോ ഇല്ലാതെ സഹകരിച്ചും യോജിച്ചും പ്രവർത്തിക്കേണ്ടവരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം. ഇപ്പോൾ അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഇവിടെയുണ്ട്, 2 വർഷമായിട്ടായിരിക്കും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടാവുക. പക്ഷെ അസംബ്ലിയിലും പാർലമെന്റിലും ഉള്ളതുപോലെ പ്രതിപക്ഷ നേതാവ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനം ഔദ്യോഗികമായിട്ടില്ല, അനൌദ്യോഗികമായിട്ട് പറയുമായിരിക്കും. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിനതീതമായ സഹകരണവും യോജിപ്പും ഉണ്ടാവേണ്ട മേഖലയാണ്. ഞാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയായിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 95 കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അന്നാണ് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ത്രിതല തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 5 വർഷം പ്രവർത്തിച്ച അനുഭവമുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം അവിടെയില്ല. ഇപ്പം എനിക്ക് ബ്ലോക്കിലും നിയമസഭയിലും പാർലമെന്റിലും പ്രവർത്തിച്ച അനുഭവമുണ്ട്. പാർലമെന്റിലും നിയമസഭയിലും ഭരണപക്ഷ പ്രതിപക്ഷ ചേരിതിരിവ് വളരെ ശക്തമാണ്. അങ്ങനെയല്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വേറെ വേറെ പാർട്ടികളുടെയും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ചവരാണെങ്കിലും ഇനി യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്.